ഒരു രോഗി ഒ പിയിൽ വന്ന് നമ്മളൊക്കെ പറയും സന്ധികളിൽ വേദനയാണ് അല്ലെങ്കിൽ നീരാണെന്ന് പറയും. അതിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് ആർത്രൈറ്റിസ്. അപ്പോൾ ഈ ആർത്രൈറ്റിസ് ലക്ഷണമുള്ള ഒരു രോഗിക്ക് പല കാര്യം കൊണ്ട് ഈ സന്ധികളിൽ നീരും വേദന ഉണ്ടാകാം. ഒരു 150ഓളം കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബ്രോഡ്ലി രണ്ടായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നീർക്കെട്ടുള്ളവ അഥവാ ഇൻഫ്ലമേറ്ററി ഡിസീസ്, മറ്റേത് നീർക്കെട്ടില്ലാത്തവ. നീർക്കെട്ടുള്ളതും നീർക്കെട്ടില്ലാത്തതും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻഷ്യേറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് സന്ധികളിൽ നീര് കാണും, മുട്ടിന് നീര് കാണും, അല്ലെങ്കിൽ ചെറിയ വിരലുകൾക്ക് നീര് കാണും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ പറ്റുന്നില്ല, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നീർക്കെട്ടുള്ള വാദത്തിൻ്റെ ലക്ഷണം. നീർക്കെട്ടില്ലാത്തവയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ വേദന കുറവായിരിക്കും. ഈ നീർക്കെട്ടുള്ള അസുഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE, അങ്ങനെ തുടങ്ങിയ യൂറിക് ആസിഡ് കൂടുന്ന ഗൗട്ടൊക്കെ. നീർക്കെട്ടില്ലാത്ത വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർത്രൈറ്റിസാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതിന് പ്രധാനപ്പെട്ട കാരണം തേയ്മാനമാണ്.